ഇതെന്താ? പൂവോ? ഇതോ? അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ നമുക്കായാലും പൂവായിട്ടും അപ്പൂപ്പൻ താടിയായിട്ടൊക്കെ തോന്നും. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് അടിനിയത്തിന്റെ സീഡാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഉണങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഇതാ ഉണങ്ങുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് മൊത്തമായിട്ടല്ല നടുക. അതാ ഈ കുഞ്ഞു സാധനം മാത്രമാണ് നമ്മൾ നടുക. ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നയർ വന്ന് എന്റെ മടിയിലിരുന്നു മുടി കെട്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും മുടിയൊക്കെ കെട്ടി അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇല്ല, ഇത് അഴിച്ചു കളഞ്ഞിട്ട് എന്നോട് എന്നെ ഒരു 10 വട്ടം വീണ്ടും കെട്ടി കൊടുക്കാൻ പറയും. അങ്ങനെ ഞാൻ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ അമ്മ നല്ല ഇലയുടെയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു. പിന്നെ നിലു നയറും ഇപ്പൊ കുറച്ച് അഡ്വഞ്ചർ കൂടുതലാണ് കേട്ടോ. ഗേറ്റിന്റെ മേലെ കയറുക, ബൈക്കിന്റെ മേലെ കയറുക. ഇപ്പോഴാണ് ഇവര് ബേബി ഫേസ് കഴിഞ്ഞ് ടോഡ്ലർ ആയെന്ന് ഞാൻ പോലും വിശ്വസിക്കണം. നിലൂസ് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് നൈറ ബേബി. എന്റെ ഗേൾ ബേബിയാണ് ഇതിന് മുന്നിൽ. ട്വിൻസ് ആണെങ്കിലും അവളാണല്ലോ ചേച്ചി. വെറും 1 മിനിറ്റിന് മാത്രം അവളാണ് മൂത്തത്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല, അവളുടെ പാത പിന്തുടർന്ന് ഇവൾ എന്ത് ചെയ്താലും നിലൂസ് അത് കോപ്പി ചെയ്യും.